പ്രേക്ഷകരെ, നിങ്ങളുടെ ഞാൻ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഇത് മല്ലപ്പള്ളി മാർക്കറ്റാണ് ഇത് കേട്ടോ. നമ്മൾ കൊട്ടിഘോഷിക്കുന്ന, പ്രത്യേകിച്ച് നമുക്കറിയാം മല്ലപ്പള്ളി എന്നൊക്കെ പറഞ്ഞ ഭയങ്കര പേരാണ്. മല്ലപ്പള്ളി ചന്തയുടെ ഒരു അവസ്ഥ, ഒരു ബിൽഡിങ്ങിൻ്റെ അവസ്ഥയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത്. ഇവിടെ കച്ചവടം നടക്കുന്നുണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ. കണ്ടോ ഈ ബിൽഡിങ്ങിൻ്റെ അവസ്ഥ, ഏത് സമയത്തും നിലംപൊതിക്കാൻ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് പണി തീർത്ത ഈ ബിൽഡിങ്ങാണ് കണ്ടോ. ഏത് സമയത്തും കണ്ടോ, ഒരു പരിധി വരെ ഇതിനകത്തോട്ട് പോയി എടുക്കാൻ പറ്റുന്നില്ല, ദുർഗന്ധമുണ്ട് കേട്ടോ. അതുപോലുള്ളൊരവസ്ഥയാണ്. നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ ഇത് മനസ്സിലാക്കിയോളൂ. ഇതിൻ്റെ പരിസരത്തൊക്കെ മനുഷ്യർ താമസിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നേരെ നോക്കിയാൽ മനുഷ്യർ താമസിക്കുന്നു, മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ. ഇത് നമ്മുടെ പഞ്ചായത്തിൻ്റെ പബ്ലിക് മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ. നിങ്ങൾ എടുക്കണം, ഇത് കാണണം നിങ്ങൾ കണ്ടോ. ഇതാണ് കൊട്ടിഘോഷിക്കുന്ന പഞ്ചായത്ത്, അതായത് മല്ലപ്പള്ളി പഞ്ചായത്തിൻ്റെ ഒരു അവസ്ഥയാണ്. ഉണ്ടോ, വേസ്റ്റുകൾ കൂട്ടാനോ മറ്റുള്ള സൗകര്യങ്ങളോ യാതൊരു സൗകര്യങ്ങളും ഇവിടെ ഇല്ല. ഇവിടെ സൗകര്യം, ഈ കടകളെല്ലാം പ്രവർത്തിക്കുന്ന ഇതിൻ്റെയൊക്കെ ഇടയ്ക്കിരുന്ന് അവർ ഒരാഴ്ചയിൽ 2 ദിവസമുണ്ട് മാർക്കറ്റ്, അതാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. ഒരു മീൻ ചന്തയാണ് കേട്ടോ. ബാക്കിയുള്ള കടകളെല്ലാം പ്രവർത്തിക്കുന്നത് റോഡ് സൈഡിലാണ്. ഈ റോഡിൻ്റെയൊക്കെ ഒരു അവസ്ഥ കണ്ടോ മാർക്കറ്റിൻ്റെ. എനിക്ക് തോന്നുന്നു പത്തനംതിട്ട ജില്ലയിൽ പോലും ഇല്ല ഇതുപോലെ ഒരു പബ്ലിക് മാർക്കറ്റ്, ഒരു പഞ്ചായത്തിൻ്റെ മാർക്കറ്റ് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അത്രയ്ക്കും അതപ്പതിച്ച് പോയ എത്രയോ പൈസകൾ, വിവിധ കാര്യങ്ങൾ നമ്മൾ ഫണ്ടുകൾ ചിലവാക്കുന്നു ഈ മാർക്കറ്റിൻ്റെ ഒരു ബിൽഡിങ് പണിയാനോ, ഏത് വാടകയ്ക്ക് കൊടുത്തൊരു വരുമാനം ഉണ്ടാക്കുവാനോ ഒരു കാരണവശാലും മാറി വരുന്ന ഭരണസമിതികൾ ശ്രമിക്കാറില്ല എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണിത്. പരിസരത്തെല്ലാം ആൾക്കാർ താമസിക്കുന്ന കേട്ടോ. മാർക്കറ്റ് ദിവസം ഇവിടെയൊക്കെ ഇരുന്ന് ആൾക്കാർ സാധനം വിൽക്കുന്നതേ, ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ കണ്ടോ. ഇതൊക്കെ നമ്മൾ കാണണം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മെയിൻ റോഡ് ആകാറായി കേട്ടോ. ഇതിനെല്ലാം സൈഡിൽ ആൾക്കാർ ഇരുന്ന് കച്ചവടം ചെയ്യുക. ഇതെല്ലാം മാലിന്യങ്ങളൊക്കെ കെട്ടിക്കണം. നാറ്റങ്ങൾ കണ്ടോ, ഓടയാണ്, നിറഞ്ഞു തുയിഞ്ഞ് കിടക്കുന്ന ഓടകൾ. നമുക്കിവിടുത്തെ വർഷങ്ങൾ ഏതാണ്ട് പഴക്കമുള്ള ഒരു അമ്മച്ചി നമുക്കൊന്ന് പരിചയപ്പെട്ടു നോക്കാം. അമ്മച്ചി എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നത്? ഇല്ല, കൊണ്ടു അല്ലേ. അല്ല ചേട്ടൻ മറ്റു എത്ര ആളായി? ഓക്കെ. പേരെന്നായിരുന്നു? ഭഗവത് ചെട്ടിയാർ. ഓക്കെ. ഈ അമ്മച്ചിയാണ് കാരണം അമ്മച്ചി പറയും ഇപ്പോൾ പഞ്ചായത്തിന് ഈ ഒരു ബിൽഡിങ്, കാണുന്ന ബിൽഡിങ് പൊളിഞ്ഞു പോകാൻ ഇവിടെ അത് അവിടെ അങ്ങനെ എങ്ങനെ ഇരിക്കുന്നെന്ന് ചിന്തിച്ചു നോക്കി. അതൊരവസ്ഥയാണ്. എത്ര പേരുണ്ട് ഇവിടെ ഈ റോഡ് സൈഡിലാണ് ഇരിക്കുന്നത് അല്ലേ. എത്രയോ വർഷം, രണ്ട് ദിവസം, ആഴ്ച 2 ദിവസം അല്ലേ. ചൊവ്വായും വെള്ളി ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ഒരു ചന്തയുമാണ്. നല്ല ഇപ്പം മടുപ്പല്ല, കച്ചവടം ഇല്ല, കച്ചവടം തീരെ കുറവാണ്. അറിയാം, അത്തിക്കാർ നമ്മുടെ പച്ചക്കറി. ഓക്കെ. എനിക്കറിയാം. ഓക്കെ. ഇത് നമുക്ക് പറയാനുള്ളത്, ഒരു പുതിയൊരു ബിൽഡിംഗ് എങ്കിലും പണിത് സ്റ്റാളുകൾ പോലിട്ടെങ്കിലും ഇവിടെ വന്ന് നല്ലൊരു പുനഃക്രമീകരണം നടത്തിയാൽ തീർച്ചയായിട്ടും ഈ മാർക്കറ്റിൽ നല്ല പുനഃക്രമീകരണം ഉണ്ട്. അത് തന്നെയല്ല, വർഷങ്ങൾക്ക് പഴക്കമുള്ള ഈ ബിൽഡിംഗ് ഒക്കെ പൊളിച്ച് സ്റ്റാളുകൾ നിർമ്മിച്ചാൽ പോരെ. മിണ്ടില്ല. എടുക്കാൻ പറ്റും. പണ്ടൊക്കെ നല്ല എടുക്കും അല്ലേ. പോയി ഇപ്പൊ കച്ചവടം ഒന്നും ഇല്ല. ഇല്ല. അതേ അവസ്ഥയാണ്. ഓക്കെ. അപ്പം നമ്മളെ ഈ പബ്ലിക് മാർക്കറ്റ് ഒന്ന് നല്ല രീതിയിൽ കൂടെ ഉയർത്തുവാൻ ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതർ തയ്യാറായാൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ മല്ലപ്പള്ളി പബ്ലിക് മാർക്കറ്റ് നല്ല രീതിയിൽ ഉയരാൻ സാധിക്കുമെന്നുള്ളതാണ്. ഉടനടി വാർത്തയ്ക്ക് വേണ്ടി ഹുസൈന റാവുത്തർ, പത്തനംതിട്ട ചുങ്കപ്പാറ. ഓക്കെ. മറ്റൊരു വീഡിയോ കാണുന്നവരെ നമസ്കാരം. ഓക്കെ.